റീസെന്റ് ഗോൾഡ് പോലെ തന്നെ ഡയമണ്ടിന്റെ പർച്ചേസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. ആളുകൾ ഒരുപാട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ആണോ ഡയമണ്ട് ആണോ ബെറ്റർ ഓപ്ഷൻ? ഡെഫിനറ്റ്ലി ഗോൾഡ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ നോക്കുമ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ലാഭം തരുന്നത്. ഡയമണ്ട് ഇപ്പോൾ പ്രസന്റ്ലി മാർക്കറ്റിൽ റീസെന്റ് ആയിട്ട് ബൂം ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്. അതിനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ടിന് ഒരു ഓർഗനൈസർ അസോസിയേഷൻ ഇല്ല ഡയമണ്ടിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന്. ഗോൾഡിനൊരു അസോസിയേഷൻ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലാണെന്ന് AKGS അതുപോലെ ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. ഡയമണ്ടിന് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അസോസിയേഷൻ ഇല്ല. ഡയമണ്ടിൽ ഡിഫറെൻറ്റ് ക്വാളിറ്റീസും ഡിഫറെൻറ്റ് കളേഴ്സിലും ഉണ്ട്. VVS, VSI, SA എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ക്വാളിറ്റിക്കും ഓരോ റേറ്റ് ആണ്. 16,000 തൊട്ടിട്ട് 1,20,000, 1,30,000 പ്രൈസിലാണ് ഡയമണ്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഡയമണ്ട് നമ്മൾ അഥവാ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഡയമണ്ടിൻ്റെ ഒരു ലിക്വിഡിറ്റി അതേ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ തന്നെയാണ് അതിൻ്റെ സെയിം എമൗണ്ട് കിട്ടുള്ളൂ. അതല്ലാതെ ഡിഫറെൻറ്റ് കടകളിൽ കൊണ്ടുപോയി കൊടുത്താൽ റിട്ടേൺ എടുക്കുക പോലും ചെയ്യില്ല. സെയിം കടയിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കും. അതിന് പകരം ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയി കൊടുത്താലും ഗോൾഡിൻ്റെ പ്രസൻ്റ്ലി ഉള്ള മാർക്കറ്റ് റേറ്റ് എന്താണോ ആ മാർക്കറ്റ് റേറ്റിൽ ഗോൾഡ് തിരിച്ച് റിട്ടേൺ എടുക്കും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഗോൾഡ് എന്നേ ഞാൻ പറയുള്ളൂ. അതല്ല ലക്ഷറിയസ് പ്രൊഡക്റ്റ് വിത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ ഡയമണ്ട്. ബിക്കോസ് ഫ്യൂച്ചറിൽ ഡയമണ്ടിന് ഒരു മാർക്കറ്റ് ഡെഫിനറ്റ്ലി ഇവോൾവ് ആവും. ഡയമണ്ടിനൊരു ഓർഗനൈസ്ഡ് റേറ്റും ഓർഗനൈസ്ഡ് പ്രൈസും വരും. ഫ്യൂച്ചറിൽ മേ ബി ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഡയമണ്ടിൽ.